നമസ്കാരം. പി.എസ്. റവല്യൂഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വേൾഡ് ജിയോഗ്രഫിയിലെ ഭൂരൂപങ്ങളെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും രൂപീകരണ പ്രക്രിയകളുണ്ട്. അതുപോലെ തന്നെ നദികളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ 3 സ്റ്റേജസുകൾ ഉണ്ടല്ലേ, അതായത് ഉപരിഘട്ടം, മധ്യഘട്ടം, അതുപോലെ തന്നെ കീഴ്ഘട്ടം. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. പലപ്പോഴും PSC പരീക്ഷകളിൽ ഒരുപാട് ഒബ്ജക്റ്റീവ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ചോദിച്ചിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ്. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു മാർക്കും നമുക്ക് നഷ്ടപ്പെടൂല. അപ്പോൾ ജോഗ്രഫിയാണ്, നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുമ്പോൾ എന്താണ് അല്ലേ, നമുക്ക് ഒരു 10th ലെവൽ പരീക്ഷ മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള അല്ലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസുകളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൂടെ നേരിടാൻ പറ്റും. അപ്പോൾ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഭൂരൂപങ്ങളെ കുറിച്ചിട്ടാണ്. ഓക്കെ. അപ്പോൾ ഭൂരൂപങ്ങളെ കുറിച്ച് പറയുന്നതിന് മുമ്പല്ലേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 3 ടേംസ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്താന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ. ഇപ്പോൾ ഭൂരൂപങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 3 ടേംസ് ആണ്. ഒന്ന് അപക്ഷയം. ഓക്കെ, അപക്ഷയം. അതുപോലെ തന്നെ അപരദനം. അതുപോലെ തന്നെ ഒന്നാണ് നിക്ഷേപണം. ഓക്കെ, നിക്ഷേപണം. ക്ലിയർ അല്ലേ? അപ്പൊ ഭൂരൂപങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട 3 ടേംസുകളാണ് എന്ത്? അപക്ഷയം, അപരദനം, അതുപോലെ തന്നെ നിക്ഷേപണം. അപ്പോൾ എന്താണ് അപക്ഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപക്ഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, തേയ്മാനൊക്കെ സംഭവിക്കുമല്ലോ. അതായത് വലിയ വലിയ ശിലകൾ ഉണ്ടാവും അല്ലേ, വലിയ വലിയ പാറകളൊക്കെ. അവയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഭൗതികമായിട്ടും അതുപോലെ തന്നെ രാസപരമായിട്ടും ജൈവികമായിട്ടൊക്കെ ഉള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് കാലക്രമേണ എന്ത് ചെയ്യുന്നുണ്ട്? അവയ്ക്ക് തേയ്മാനം സംഭവിക്കുന്നുണ്ട് അല്ലേ. അതായത് എന്ത് ചെയ്യുന്നുണ്ട്? ആ വലിയ വലിയ ശിലകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പൊടിഞ്ഞ് പോകാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പൊ അതിനെയാണ് അപക്ഷയം എന്ന് പറയുക. ഓക്കെ. അപ്പൊ അപക്ഷയം എന്താന്ന് മനസ്സിലായില്ലേ? അതായത് വലിയ വലിയ ശിലകളിലെ, അതായത് വലിയ വലിയ പാറകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കാലക്രമേണ അല്ലെ പല പല പ്രവർത്തനങ്ങളുടെ ഒക്കെ ഫലമായിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്? പൊടിഞ്ഞു പോകാനായിട്ട് തുടങ്ങുന്നുണ്ട്. അതിനെയാണ്, ആ പൊടിഞ്ഞു പോകുന്നതിനെയാണ് എന്ത് പറയുന്നത്? അപക്ഷയം എന്ന് പറയുന്നത്. ഇങ്ങനെ പൊടിഞ്ഞിട്ട് എന്ത് ചെയ്യും അല്ലെ, ചെറിയ ചെറിയ കല്ലുകളായിട്ടും മണൽത്തരികളായിട്ടൊക്കെ അത് മാറൂലേ. അപ്പൊ അതിനെയാണ്, ആ ഒരു പ്രവർത്തനത്തെയാണ് അപക്ഷയം എന്ന് പറയുന്നത്. അപ്പൊ അപക്ഷയം എന്താന്ന് കിട്ടിയില്ലേ? ഇനി രണ്ടാമത്തെ ടേമാണ് അപരദനം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ എന്താണ് അപരദനം എന്ന് പറഞ്ഞാല്? അപ്പൊ ഇങ്ങനെ അപക്ഷയത്തിന്റെ ഫലമായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കല്ലുകളൊക്കെ രൂപപ്പെടുന്നു പറഞ്ഞല്ലോ. അപ്പൊ ഇവ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മുടെ നദികളും അതുപോലെ തന്നെ കാറ്റുകളും അതുപോലെ തന്നെ ഹിമാനികൾ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ, വലിയ വലിയ മഞ്ഞ് പാളികളാണ് അല്ലെ. അതൊക്കെ എന്താവും, അവരിങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഇങ്ങനെ കിടക്കുന്ന ഈ ചെറിയ ചെറിയ കല്ലുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവർ പോകുന്ന വഴിയിൽ അതിനെയും വഹിച്ചുകൊണ്ട് പോകും. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെ പോകുന്നതിനെയാണ് അപരദനം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അപരദനം എന്താന്ന് മനസ്സിലായില്ലേ? അപക്ഷയത്തിന്റെ ഫലമായിട്ട് രൂപപ്പെടുന്ന ചെറിയ ചെറിയ ശിലാവസ്തുക്കളെ അല്ലെ, ശിലാവസ്തുക്കളെ ഈ നദികളും അതുപോലെ തന്നെ കാറ്റും അതുപോലെ തന്നെ ഹിമാനികളും തിരമാലകളും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവരൊക്കെ ഇതിനെ വഹിച്ചുകൊണ്ട് പോകും. ഇങ്ങനെ വഹിച്ചുകൊണ്ട് പോകുന്നതിനെയാണ് എന്ത് പറയുന്നത്? അപരദനം എന്ന് പറയുന്നത്. ഇങ്ങനെ വഹിച്ചു പോകുന്ന സമയത്തിലെ അവരുടെ സ്പീഡൊക്കെ ഒന്ന് കുറയുന്ന സമയത്ത്, ഇപ്പൊ നദികളെ സംബന്ധിച്ചിടത്തോളം അവരിലെ അതിന്റെ പ്രഭവസ്ഥാനം മുതൽ കുറച്ച് സ്പീഡിലായിരിക്കും പോവുക. പിന്നീട് അടിവാരത്ത് കൂടെ പോകുന്ന സമയത്ത് അതിന്റെ സ്പീഡൊക്കെ ഒന്ന് കുറയും അല്ലെ. അതുപോലെ തന്നെ പല ശിലകളിലൂടെയൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വളഞ്ഞു പൊളഞ്ഞൊക്കെ പോകുന്ന സമയത്ത് ഒന്ന് സ്പീഡൊക്കെ കുറയും അല്ലെ. ആ സമയത്ത് ഇവർ വഹിച്ചുകൊണ്ട് വരുന്ന ഈ ഒരു കല്ലുകളും മറ്റു സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കുന്നുണ്ട് അല്ലെ. ആ ഒരു പ്രവർത്തനത്തെയാണ് നിക്ഷേപണം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ എന്താണ് നിക്ഷേപണം എന്ന് മനസ്സിലായില്ലേ? ഇങ്ങനെ വഹിച്ചുകൊണ്ട് പോകുന്ന സാധനങ്ങൾ ഒരു ഭാഗത്ത് കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? നിക്ഷേപണം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ, ഇപ്പൊ നമ്മൾ നല്ല മഴയുള്ള സമയങ്ങളിലൊക്കെ, ഇപ്പൊ നമ്മൾ രാത്രിയൊക്കെ മഴ പെയ്യുന്ന സമയത്ത്, ഓക്കെ, രാത്രിയൊക്കെ നല്ല മഴയാണെന്ന് വിചാരിക്കുക. അപ്പൊ രാവിലെ നമ്മൾ അല്ലേ മുറ്റത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അല്ലേ, നമ്മൾ മുറ്റത്തൊക്കെ ഇട്ട ചെരുപ്പൊന്നും കാണൂല അല്ലേ. എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? ഈ മഴവെള്ളം നല്ല നിൽക്കുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യുന്നുണ്ടാവും? മഴവെള്ളത്തിൽ ഒലിച്ചു പോയിട്ടുണ്ടാവും അല്ലെ. അങ്ങനെ ഒലിച്ചു പോയി മഴേന്റെ അതൊക്കെ ഒന്ന് കെട്ടടങ്ങുമ്പോൾ അത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? നിക്ഷേപിച്ചിട്ടുണ്ടാവും അല്ലെ. ഏതെങ്കിലും മൂലയ്ക്ക് കൊണ്ടുപോയിട്ട് ഇട്ടിട്ടുണ്ടാവും. ആ സമയത്ത് വേറെയും കുറെ കച്ചറകളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ഇങ്ങനെ എല്ലാം കൂടി അവിടെ കൊണ്ടുപോയിട്ടിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പുതിയ ഭൂരൂപം സൃഷ്ടിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഈ നദികൾ കൊണ്ടുപോകുന്ന അവസാദങ്ങളിലെ അവസാദങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇട്ടിട്ടില്ലേ. അവസാദങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയ ചെറിയ കല്ലുകളും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതുപോലെ സ്ഥിരമായിട്ട് ഇങ്ങനെ കൊണ്ടുപോയിടുന്നതിന്റെ ഫലമായിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ നിക്ഷേപണത്തിന്റെ ഫലമായിട്ട് അവിടെ ഒരു പുതിയൊരു ഭൂരൂപം സൃഷ്ടിക്കപ്പെടും. അതാണ് ഈ ഒരു ഭൂരൂപത്തെ കുറിച്ച് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഭൂരൂപം എങ്ങനെയൊക്കെ ഉണ്ടാക്കാം അല്ലെ? നദികൾ മുഖേന ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ കാറ്റുകൾ മുഖേന ഉണ്ടാക്കുന്നുണ്ട്, ഹിമാനികൾ മുതൽ തിരമാലകൾ വരെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതുപോലുള്ള ഭൂരൂപങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്.
ഓക്കെ, അപ്പൊ ഭൂരൂപങ്ങളും അതുപോലെ തന്നെ ഈ ഭൂരൂപത്തിന് സഹായിക്കുന്ന ഓരോരോ ഘടകങ്ങൾ എന്തെല്ലാന്ന് മനസ്സിലായില്ലേ? അപ്പൊ ഒന്നും കൂടി പറഞ്ഞു തരാം. അപക്ഷയം, ആദ്യം നമ്മൾ ഓർത്തിരിക്കേണ്ട വേർഡാണ് അപക്ഷയം എന്ന് പറയുന്നത്. ഈ 3 ടേംസ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താവും, ക്ലിയർ ആവും. ഓരോ കാര്യം പറയുമ്പോൾ അതെന്ത് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ അപക്ഷയം എന്ന് പറഞ്ഞാൽ എന്താണ്? അപക്ഷയം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, തേയ്മാനം സംഭവിക്കില്ലേ, വലിയ വലിയ പാറകൾക്കും ശിലകൾക്കും എന്ത് ചെയ്യുക, കാലക്രമേണ അത് എന്ത് ചെയ്യുക, പൊടിഞ്ഞു വരും അല്ലേ. ആ പൊടിഞ്ഞതിനെയാണ് എന്ത് പറയുന്നത്, അപക്ഷയം എന്ന് പറയുന്നത്. ഇങ്ങനെ പൊടിഞ്ഞ് ചെറിയ ചെറിയ കല്ലുകളും അല്ലെ തരികളായിട്ടൊക്കെ മാറും. അതിനെയാണ് അപക്ഷയം സംഭവിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ പൊടിഞ്ഞു കിടക്കുന്ന സാധനങ്ങളെ നമ്മൾ ഒഴുകുന്ന വെള്ളം അല്ലെ, ഒഴുകുന്ന വെള്ളം നദികളായിട്ട് നമുക്ക് പറയാം. അതുപോലെ തന്നെ കാറ്റ്, അതുപോലെ തന്നെ ഹിമാനികള്, തിരമാലകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ പോകുന്ന വഴിയിൽ ഇതിനെയും കൊണ്ട് വഹിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഓക്കെ, വലിയ കനമൊന്നുമില്ലല്ലോ, കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെയും കൊണ്ട് ഒരു പോകുന്ന വഴിയിലൊക്കെ ഇത് കാണുമ്പോൾ ഇതിനെയും കൊണ്ട് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആ ഒരു പ്രവർത്തനമാണ് അപരദനം എന്ന് പറയുന്നത്. ഇത് എന്ത് ചെയ്യുന്നു, വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അല്ലെ, അവർ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അത് നിക്ഷേപിക്കും. ആ നിക്ഷേപണത്തെയാണ് നമ്മൾ നിക്ഷേപണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ്, ഇങ്ങനെ നിക്ഷേപിക്കുന്നതിന്റെ ഫലമായിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പുതിയൊരു ഭൂരൂപം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഇത് 1-2 ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ലല്ലേ. അതായത് സ്ഥിരമായിട്ട് ഈ ഒരു കാര്യം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് നിക്ഷേപിക്കുന്നതിന്റെ ഫലമായിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു നിക്ഷേപം വലുതായിട്ട് അവിടെ വലിയൊരു ഭൂരൂപമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നദികളുമായി ബന്ധപ്പെട്ടിട്ട് അറിഞ്ഞിരിക്കേണ്ട അല്ലേ. അപ്പൊ നദികളുടെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ നദികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന ഭൂരൂപങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പൊ നദികളുമായി ബന്ധപ്പെട്ട് ആദ്യം അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. നദി ഉത്ഭവിക്കുന്ന സ്ഥലവും അതുപോലെ തന്നെ നദിയുടെ പതന സ്ഥലത്തെ നമ്മൾ പറയുന്നത് എന്താണ്, നദി ഉത്ഭവിക്കുന്നതിനെയാണ് പ്രഭവ സ്ഥാനം എന്ന് പറയുക. ഓക്കെ, അപ്പൊ നദി ഉത്ഭവിക്കുന്ന ആ ഒരു ഭാഗത്ത് എന്താ പറയാ, അതിനെ പ്രഭവസ്ഥാനം അല്ലേ. ആ ഒരു സമയത്തല്ലേ നിങ്ങൾ ഓർത്തിരിക്കണം, നമ്മൾ ഭൂകമ്പവുമായി ബന്ധപ്പെട്ടിട്ടല്ലേ, ഭൂകമ്പമൊക്കെ എവിടുന്നാ ഉത്ഭവിക്കുന്നത്, അതിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്നാണ് അല്ലേ, അഥവാ ഫോക്കസിൽ നിന്നാണ്. അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്ക്, അതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെയാണ് നദികളും ഉത്ഭവിക്കുന്ന ആ ഒരു ഭാഗത്തെ എന്താ വിളിക്കുന്നത്, നദിയുടെ പ്രഭവസ്ഥാനം അല്ലേ. അതുപോലെ തന്നെ അത് പതിക്കുന്ന ഭാഗമാണ് അല്ലേ, മൗത്ത് എന്ന് പറയും അല്ലേ, അതായത് നദീമുഖം. അതിനെന്താ പറയാ, നദീമുഖം. നദി പതിക്കുന്ന ആ ഒരു ഭാഗമാണ് എന്താ, നദീമുഖം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാലോ ഇത് കടലിൽ പോയിട്ടാണ് പതിക്കുന്നത്. ആ ഒരു ഭാഗത്തിനെയാണ് എന്ത് പറയുന്നത്, നദീമുഖം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ഉത്ഭവിക്കുന്നതിലെ വലിയ വലിയ മലനിരകളിൽ നിന്നാണ് ഇതൊക്കെ ഉത്ഭവിച്ച് വരുന്നത് അല്ലെ, ഓരോ നദികളും. അതുകൊണ്ട് അതിനെന്ത് പറയുന്നു, പ്രഭവ സ്ഥാനം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് നദിയുടെ ഒഴുക്കിനെ അല്ലെ, ഒഴുക്കിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെച്ചേക്ക. ഒന്ന്, ജലത്തിന്റെ അളവ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നദിയുടെ ഒഴുക്ക് ഏതൊക്കെ ഘടകങ്ങളെ ആശ്രയിച്ചിട്ടുണ്ട്, ജലത്തിന്റെ അളവിലെ ആ നദിയിലുള്ള ജലത്തിന്റെ അളവിനെ ആശ്രയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശിലാഘടന അല്ലെ, ശിലാഘടന ഓരോ ശിലകളിലൂടെയൊക്കെ അതിന്റെ സൈഡിലൂടെ ഒക്കെ വരുന്ന സമയത്ത് ആ നദിക്ക് ഉണ്ടാവുന്ന അല്ലെ, ആ നദിയുടെ ഒഴുക്കിനുണ്ടാവുന്ന മാറ്റങ്ങൾ അല്ലെ, അതുകൊണ്ട് തന്നെ ശിലാഘടന എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്, നദിയുടെ ഒഴുക്കിനെ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രദേശത്തിന്റെ ചെരിവ് അല്ലെ, അപ്പൊ ചെരിവുള്ള പ്രദേശത്തു കൂടെ നദികൾ പോകുമ്പോൾ അതിന്റെ ഒഴുക്കിന് വ്യത്യാസം വരുന്നുണ്ട് അല്ലെ. അപ്പൊ പ്രദേശത്തിന്റെ ചെരിവും എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്, നദിയുടെ ഒഴുക്കിനെ സ്വാധീനിക്കുന്നുണ്ട്. ദെൻ അടുത്തത് അവസാദങ്ങൾ അല്ലെ, നമ്മൾ പറഞ്ഞു ഓരോ നദിയും പോകുന്ന വഴിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അത് അവസാദങ്ങളെയും കൊണ്ട് വഹിച്ചുകൊണ്ടാണ് പോകുന്നത് അല്ലെ. അപ്പൊ നദികൾ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ഒരുപാട് അവസാദങ്ങൾ അല്ലെ. അവസാദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ, മണ്ണ്, ചെളി, മണൽ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളെയും വഹിച്ചുകൊണ്ടാണ് നദികൾ കടന്നു പോകുന്നത് അല്ലെ. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പല സ്ഥലത്തെത്തുമ്പോൾ അത് നിക്ഷേപിക്കുന്നുണ്ട്. അപ്പൊ അതിനെയാണ് നിക്ഷേപണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ നിക്ഷേപിക്കുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുന്നുണ്ട്, സ്ഥിരമായിട്ട് നിക്ഷേപിക്കുമ്പോൾ അവിടെ ഒരു വലിയൊരു ഭൂരൂപം തന്നെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെ എന്താണ്, നദിയുടെ ഒഴുക്കിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അല്ലെ. അപ്പൊ എന്തൊക്കെയുണ്ട്, ഒന്ന് ജലത്തിന്റെ അളവ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ശിലാഘടന, അതുപോലെ തന്നെ പ്രദേശത്തിന്റെ ചരിവ്, അവസാദങ്ങളുടെ അളവ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നദിയുടെ ഒഴുക്കിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഭാഗത്തോട്ടാണ് പോകുന്നത്. ഇതാണ് പലപ്പോഴും ആയിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസിന്റെ മേഖല എന്ന് പറയുന്നത്. അതായത് നദിയുടെ 3 ഘട്ടങ്ങളാണ് കേട്ടോ. അപ്പൊ നദി ഉത്ഭവിക്കുന്ന ആ ഒരു പ്രഭവ സ്ഥാനം മുതൽ നദി പതിക്കുന്ന അല്ലെ, നദീമുഖം വരെയുള്ള 3, അതിൻ്റെ ഇടയിൽ കിടക്കുന്ന 3 സ്റ്റേജസ്, നദിയുടെ 3 സ്റ്റേജസ് ആണ് ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റേജ് ആണ് എന്താ, ഉപരിഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഉപരിഘട്ടം അല്ലെ, അതായത് നദിയുടെ ഏറ്റവും അല്ലെ തുടങ്ങുന്ന ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഉപരിഘട്ടം എന്ന് പറയുന്നത് അല്ലെ. ഈ ഒരു പ്രദേശത്ത് വെച്ചിട്ടായിരിക്കും എന്താ
അല്ലെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ വെച്ചിട്ടാണ് നദി എന്ത് ചെയ്യുന്നത്, ഉത്ഭവിക്കുന്നത് അല്ലെ. ഇവിടെ എന്തുണ്ട്, വലിയ വലിയ മലനിരകൾ ഉണ്ട് അല്ലെ. അപ്പൊ ഈ മലനിരകളിൽ നിന്നാണ് നദി ഉത്ഭവിക്കുന്നത്. അത് വരുന്ന സമയത്ത് ഇവിടെ എന്തുണ്ടാവും അല്ലെ, ഈ ഒരു വെള്ളച്ചാട്ടങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിന്റെ തൊട്ട് താഴെയുള്ള ഈ ഒരു ഭാഗം കൂടിയൊക്കെ എന്താണ്, ഈ ഒരു ഉപരിഘട്ടത്തിന്റെ സ്റ്റേജസിൽ വരുന്നതാണ്. അപ്പൊ ഇവിടെയുള്ള കാര്യങ്ങൾ നോക്കാം നമുക്ക്. ഒന്ന് നമ്മൾ പറയുന്നില്ലേ, നദിയുടെ ഉത്ഭവ സ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ എവിടെയാണ്, ഈ ഉപരിഘട്ടത്തിലാണ്. അതുപോലെ തന്നെ കുത്തനെയുള്ള ചെരിവിലൂടെയാണ് നദി ഒഴുകുന്നത് അല്ലെ. അപ്പൊ നദിക്ക് ഇവിടെ സ്പീഡ് കൂടുതലായിരിക്കും അല്ലെ. അതായത് കുത്തനെ ആയിരിക്കും. നമ്മുടെ മലമുകളിൽ നിന്ന് നദി ഒഴുകി വരുന്ന സമയത്തിലെ വെള്ളച്ചാട്ടങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. അതൊക്കെ എങ്ങനെയാണ്, കുത്തനെയുള്ള രൂപത്തിലാണ് വരുന്നത് അല്ലെ. അതായത് ഉയർന്ന പ്രദേശത്ത് നദി ഒഴുകുന്ന സമയത്ത് എന്താണ് അല്ലെ, ചെരിഞ്ഞിട്ടാണ് വരുന്നത് അല്ലെ. അതായത് കുത്തനെയായിരിക്കും ഇത് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നടക്കുന്നുണ്ട് ശക്തമായ അപരദന പ്രവർത്തനം അല്ലെ. അപരദനം എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. നദി ഒഴുകുന്ന സമയത്ത് ഇതുപോലെയുള്ള ശിലകളൊക്കെ, ചെറിയ ചെറിയ ശിലകളെ, ശിലകൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കല്ലുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വഹിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്ത് നടക്കുന്നുണ്ട്, അശക്തമായ അപരദന പ്രവർത്തനം നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എന്തുകൊണ്ടാണ് ശക്തമായ അപരദന പ്രവർത്തനം നടക്കാൻ കാരണം എന്ന് പറയുന്നത്, അതായത് ഇവർ സ്പീഡ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ സ്പീഡിലായിരിക്കും ഇത് ഈ ഒരു അപരദന പ്രവർത്തനവും നടക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ നിക്ഷേപണ പ്രവർത്തനങ്ങൾ ഇവിടെ ഇല്ല. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു സ്റ്റേജിൽ അല്ലെ. ഫസ്റ്റ് സ്റ്റേജ് ആയ ഉപരിഘട്ടത്തിൽ എന്ത് നടക്കുന്നില്ല, നിക്ഷേപണം നടക്കുന്നില്ല. എന്തുകൊണ്ടാണ് നിക്ഷേപണം നടക്കാത്തത് അല്ലെ. ഇവിടെ ഈ സമയം, ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എങ്ങനെയാണല്ലേ, കുത്തനെ. ഈ ഒരു പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നദി ഇങ്ങനെ കുത്തനെയാണ് ഒഴുകി വരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നിക്ഷേപിക്കാനുള്ള ഇതൊന്നും ഇല്ല അല്ലെ. അതായത് നദി ഒന്ന് സ്പീഡ് കുറയുന്ന സമയത്ത് അല്ലെങ്കിൽ വളഞ്ഞു പൊളഞ്ഞ് ഒഴുകുന്ന സമയത്താണ് ഇവർ നിക്ഷേപിക്കുള്ളൂ അല്ലെ. ഇങ്ങനെ കുത്തനെ വരുമ്പോൾ എന്താണ്, ആ ഒരു വെള്ളത്തിന്റെ ആ സ്പീഡിന്റെ ആ ഒഴുക്കിൽ നിന്നു അവര് അതിന്റെ ഉള്ളിലുള്ള എല്ലാ അവസാദങ്ങളും കൂടെയാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇവിടെ നിക്ഷേപിക്കാനുള്ള ഭാഗങ്ങളൊന്നും വരുന്നില്ല. അപ്പൊ ഇവിടെ എന്തില്ല, നിക്ഷേപണ പ്രവർത്തനങ്ങൾ വരുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ ഉള്ളതാണ് താഴ്വരകൾ, വെള്ളച്ചാട്ടം തുടങ്ങിയ ഭൂരൂപങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് കാണാൻ പറ്റുക അല്ലെ. നമ്മൾ പറഞ്ഞു അല്ലെ, ഇവിടെ നിന്ന് നദി ഉത്ഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നുണ്ടാവും, ഇവിടെ വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടാവും. അതിന് തൊട്ട് താഴെയായിട്ടുള്ള ഭാഗമാണ് അതിന്റെ താഴ്വര എന്ന് പറയുന്നത്. ഇനി താഴ്വര എന്ന് കേൾക്കുമ്പോൾ മധ്യഘട്ടത്തിലോട്ട് പോകരുത്. അതായത് നമ്മുടെ ഈ ഒരു വെള്ളച്ചാട്ടത്തിന് തൊട്ട് താഴെ കാണപ്പെടുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അതാണ് അതിന്റെ താഴ്വര എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഉള്ളത് എവിടെയാണ്, നദിയുടെ ഉപരിഘട്ടം അല്ലെ. ആ ഒരു സ്റ്റേജിലാണ്, ഒരു ഉപരിഘട്ടം എന്ന ആ സ്റ്റേജിലാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഒന്നുകൂടി പറയാം, നദിയുടെ ഉത്ഭവ പ്രദേശം എന്ന് പറയുന്നത് എവിടെയാണ്, നമ്മുടെ ഉപരിഘട്ടത്തിലാണ്. ഇവിടെ എങ്ങനെയാണ്, കുത്തനെയുള്ള ചെരുവിലൂടെയാണ് നദി ഒഴുകുന്നത്. ഇവിടെ എന്ത് നടക്കുന്നുണ്ട്, ശക്തമായ അപരദന പ്രവർത്തനം നടക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് നടക്കൂല, നിക്ഷേപണം നടക്കൂല അല്ലെ. സ്പീഡിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ നിക്ഷേപിക്കൂല അല്ലെ. അതായത് ഒന്ന് അതിന്റെ സ്പീഡ് കുറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്ന് വളഞ്ഞു പുളഞ്ഞ് ഒഴുകുന്ന സമയത്ത് മാത്രമേ അത് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും അതിന്റെ അവസാദങ്ങളൊക്കെ നിക്ഷേപിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇവിടെ നിക്ഷേപണം നടക്കൂല. അതുപോലെ തന്നെ ഇവിടെ കാണപ്പെടുന്നത് എന്തൊക്കെയാണ്, താഴ്വരകൾ ഉണ്ട്, അതുപോലെ തന്നെ വെള്ളച്ചാട്ടം അല്ലെ. ഈ തുടങ്ങിയ ഭൂരൂപങ്ങളൊക്കെ കാണപ്പെടുന്നത് ഈ ഒരു ഉപരിഘട്ടം സ്റ്റേജിലാണ്. ക്ലിയർ അല്ലേ. ഇനി രണ്ടാമത്തെ ഘട്ടമാണ് മധ്യഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഘട്ടമാണ് മധ്യഘട്ടം അല്ലെ. അതായത് നമ്മുടെ ഈ താഴ്വരയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് പിന്നെ കുറച്ചൊരു അടിവാരത്തൂടെയാണ് ഒഴുകുന്നത് അല്ലെ. അതായത് ഒന്ന് കുത്തനെയുള്ള ഭാഗമൊക്കെ മാറിയിട്ട് കുറച്ചൊന്ന് ചെരിഞ്ഞൊരു ഭൂപ്രകൃതി ആയിരിക്കും ഈ ഒരു ഭാഗത്ത് വരുന്നത്. കറക്റ്റ് ഫ്ലാറ്റ് ആവില്ല, എന്നാലും എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയൊരു ചെരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഒരു ഭാഗമാണല്ലേ അടിവാരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നദി പിന്നീട് എങ്ങനെയായി, അടിവാരത്തൂടെ ഒഴുകാനായിട്ട് തുടങ്ങി അല്ലെ. അപ്പൊ ഇവിടെ കുറച്ചൊരു സ്പീഡൊക്കെ ഒന്ന് കുറഞ്ഞല്ലേ. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് നടക്കുന്നുണ്ട്, അപരദനവും നടക്കുന്നുണ്ട്, നിക്ഷേപണവും നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ പോകുന്ന വഴിയിലും എന്തുണ്ട് അല്ലെ, ഇവര് എന്താണ് ഈ ഇതുപോലെയുള്ള അവസാദങ്ങളൊക്കെ വഹിച്ചുകൊണ്ടാണ് പോകുന്നത്. അത് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഭാഗത്ത് കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കുന്നുമുണ്ട്. ഓക്കെ, അപ്പൊ അതും കൂടി ശ്രദ്ധിക്കണം. മധ്യഘട്ടത്തിലാണ് നിക്ഷേപണം തുടങ്ങുന്നത്. അപ്പൊ ഉപരിഘട്ടത്തിൽ എന്ത് നടക്കുന്നില്ല, നിക്ഷേപണം നടക്കുന്നില്ല. മധ്യഘട്ടത്തിലോട്ട് വരുമ്പോഴേ അതിന്റെ സ്പീഡൊക്കെ കുറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വളഞ്ഞു പുളഞ്ഞൊഴുകാൻ തുടങ്ങുന്ന സമയത്ത് ഇവിടെ അപരദനവും നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ നിക്ഷേപണവും നടക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്താണ് മിയാൻഡറുകൾ, അതുപോലെ തന്നെ ഓക്സ്ബോ തടാകങ്ങളൊക്കെ കാണപ്പെടുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, മിയാൻഡറുകൾ അതുപോലെ തന്നെ ഓക്സ്ബോ തടാകങ്ങളൊക്കെ കാണപ്പെടുന്ന ഘട്ടം ചോദിച്ചാൽ അത് മധ്യഘട്ടമുണ്ട്, കീഴ്ഘട്ടത്തിലും കാണുന്നുണ്ട് കേട്ടോ. അവിടെ എന്ത് ചെയ്യുന്നുണ്ട് അല്ലെ, ഈ പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെയും വളഞ്ഞു പൊളഞ്ഞിട്ടാണ് ഒഴുകുന്നത്. ഇവിടെയും മിയാൻഡറുകളും ഓക്സ്ബോ തടാകങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഓർത്ത് വെച്ചേക്കുക. ഏത് ഘട്ടത്തിലാണ് ഇല്ലാത്തത് ചോദിച്ചാൽ എവിടെയാണ്, ഏറ്റവും മുകളിലുള്ള ഉപരിഘട്ടത്തിലാണ്. അപ്പൊ ഇവിടെ മിയാൻഡറുകൾ. അപ്പൊ മിയാൻഡറുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. മിയാൻഡറുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെയല്ലേ നദി വളഞ്ഞു പുളഞ്ഞൊഴുകുന്നതിനെയാണ് മിയാൻഡറുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കുത്തനെ വന്ന നദി എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ എത്തുമ്പോൾ അല്ലെ, അടിവാരത്ത് എത്തുമ്പോൾ വളഞ്ഞു പുളഞ്ഞിട്ടാണ് ഒഴുകുന്നത്. അതിനെയാണ്, ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞൊഴുകുന്നതിനെയാണ് മിയാൻഡറുകൾ എന്ന് പറയുന്നത്. ഈ മിയാൻഡറുകളുടെ ഫലമായിട്ട് ഉണ്ടാവുന്നതാണ് എന്ത്,
ഓക്സ്ബോ തടാകങ്ങൾ. അപ്പോൾ ഓക്സ്ബോ തടാകങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഇപ്പം നിങ്ങൾ ഈ ഒരു ഘട്ടം നമുക്കൊന്നും ആദ്യം എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കാം. അപ്പോൾ മിയാൻഡറുകളും ഓക്സ്ബോ തടാകങ്ങളൊക്കെ സ്ഥിരമായിട്ട് കാണുന്നത് എവിടെയാ ചോദിച്ചാൽ മധ്യഘട്ടത്തിലാണ്. അപ്പോൾ മധ്യഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ്? അടിവാരത്ത് കൂടിയാണ് ഒഴുകുന്നത്. അപരദനവും നിക്ഷേപണവും നടക്കുന്നത് എവിടെയാണ്? മധ്യഘട്ടത്തിലാണ്. അതുപോലെ തന്നെ മിയാൻഡറുകളും ഓക്സ്ബോ തടാകങ്ങളും ഒക്കെ കാണപ്പെടുന്നതും മധ്യഘട്ടത്തിലാണ്. ദെൻ ലാസ്റ്റ് വൺ കീഴ്ഘട്ടമാണ്. കീഴ്ഘട്ടത്തിൽ എത്തുമ്പോഴത്തേക്ക് എന്താണ്, ഒന്ന് സ്പീഡൊക്കെ ഒന്ന് കുറയൂലേ. ഇവിടെ എന്താണ്, സമതല പ്രദേശത്ത് കൂടിയാണ് ഇവ ഒഴുകുന്നത് അല്ലേ. ലാസ്റ്റിലെ നദി എന്താ പതിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ സ്പീഡൊക്കെ കുറഞ്ഞ് എന്ത് ചെയ്യും, നന്നായിട്ടൊന്ന് വളഞ്ഞ് പൊളഞ്ഞൊഴുകുന്നുണ്ട്. ഇവിടെയും എന്തുണ്ട്, മിയാൻഡറുകളും അതുപോലെ തന്നെ ഓക്സ്ബോ തടാകങ്ങളൊക്കെ കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നിക്ഷേപണ പ്രവർത്തനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട് അല്ലേ. നമുക്കറിയാം മിയാൻഡറുകളും അതുപോലെ തന്നെ ഓക്സ്ബോ തടാകങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്, നിക്ഷേപണം ഉണ്ട്. അപ്പോൾ ഈ രണ്ട് സ്റ്റേജിലും അല്ലേ, അതായത് മധ്യഘട്ടത്തിലും കീഴ്ഘട്ടത്തിലും നടക്കുന്ന പ്രവർത്തനങ്ങളാണ് എന്തൊക്കെയുണ്ട്, ഒന്ന് മിയാൻഡറുകളും അതുപോലെ തന്നെ നിക്ഷേപണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രളയ സമതലങ്ങൾ അതുപോലെ തന്നെ ഡെൽറ്റ തുടങ്ങിയ നിക്ഷേപണ രൂപങ്ങൾ കാണപ്പെടുന്നത് ഈ ഒരു ഭാഗത്താണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് നമ്മുടെ മധ്യഘട്ടത്തിലൊന്നും കാണൂല. പ്രളയ സമതലങ്ങളിലെ ഈ ഭാഗത്താണ് പ്രളയ സമതലങ്ങൾ. അതുപോലെ തന്നെ ഡെൽറ്റകളൊക്കെ കാണപ്പെടുന്നത് എവിടെയാണ്, ഈ ഒരു ഭാഗത്താണ് അല്ലെ. അതായത് പതിക്കാൻ പോകുന്ന സമയത്തിലെ നദിയുടെ പതന സമയത്തിലെ കടലിലോട്ട് പതിക്കുന്ന സമയത്ത് ചെറു കൈവഴികളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നദികൾ മാറുന്നുണ്ടല്ലോ. ഇങ്ങനെ വന്ന നദികൾ എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ ഒന്ന് പിരിയാൻ തുടങ്ങും അല്ലെ. അതായത് ഓരോരോ ചെറിയ ഭാഗങ്ങളായിട്ട് പിരിഞ്ഞിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, കടലിൽ പോയിട്ട് പതിക്കുന്നത്. അപ്പൊ ഈ ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഭൂരൂപം സൃഷ്ടിക്കുന്നുണ്ട്. ഡെൽറ്റ അതുപോലെ തന്നെ പ്രളയ സമതലങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ ഒരു ഭാഗത്താണ്. അപ്പൊ അത് മനസ്സിലാക്കി വെച്ചേക്ക്, ഓരോരോ ഭൂരൂപങ്ങളെ കുറിച്ചിട്ട് പറയുന്നത്. ഇപ്പൊ പ്രധാനമായിട്ടും നമ്മുടെ നദിക്ക് 3 സ്റ്റേജസ് ആണ് ഉള്ളത്. ഉപരിഘട്ടം അതുപോലെ തന്നെ മധ്യഘട്ടം അതുപോലെ തന്നെ എന്താണ്, കീഴ്ഘട്ടാണ്. അപ്പം ഉപരിഘട്ടം അല്ലെ, ഏറ്റവും ഫസ്റ്റത്തെ ഉപരിഘട്ടത്തിലാണ് നദി എന്ത് ചെയ്തത്, ഉത്ഭവിക്കുന്നത്. ഈ ഒരു പിക്ചർ എന്ത് ചെയ്യുക, നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരട്ടോ. ഈ ഒരു പിക്ചറിലെ നദി ആ മലമുകളിൽ നിന്ന് കുതിച്ചുയർന്ന് ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ വെള്ളച്ചാട്ടങ്ങൾ വഴി എന്ത് ചെയ്യുന്നുണ്ട്, താഴ്വരയിലൂടെയൊക്കെ കടന്നു പോകുന്നു. ആ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അപ്പൊ നമ്മുടെ ഉപരിഘട്ടം കിട്ടും അല്ലെ. അതായത് നദിയുടെ ഉത്ഭവ പ്രദേശമാണ്, അത് കുത്തനെയുള്ള ചെരുവിലൂടെയാണ് ഒഴുകുന്നത്. അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ശക്തമായ അപരദനം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്തായാലും ഉണ്ടാവുമല്ലോ അല്ലെ. അതായത് സ്പീഡിലായിരിക്കും ഇങ്ങനെ കുത്തനെയാണ് ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് എന്താണ്, അപരദന പ്രവർത്തനം എങ്ങനെയായിരിക്കും, ശക്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തുണ്ടാവില്ല, നിക്ഷേപണം ഉണ്ടാവൂല. ഇവിടെയാണ് താഴ്വരകളും വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണപ്പെടുന്നത്. പിന്നീട് രണ്ടാമത്തെ സ്റ്റേജായ മധ്യഘട്ടത്തിലോട്ട് വരുമ്പോഴേക്കും എന്ത് ചെയ്യുന്നുണ്ട് അല്ലെ, അത്ര കുത്തനെയുള്ള പ്രദേശമാവില്ല, കുറേ ഒരു ചെരിവ് ഉണ്ടാവൂലേ. അതുകൊണ്ട് തന്നെ നദികൾ വളഞ്ഞു പുളഞ്ഞു ഒഴുകാനായിട്ടൊക്കെ തുടങ്ങും, സ്പീഡൊക്കെ ഒന്ന് കുറയും. ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്ന സമയത്താണ് മിയാൻഡറുകൾ അല്ലെ രൂപപ്പെടുന്നത്. അതുപോലെ തന്നെ അതിന്റെ ഫലമായിട്ട് ഓക്സ്ബോ തടാകങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ അപരദനവും നിക്ഷേപണവും ഒക്കെ സംഭവിക്കുന്നത് മധ്യഘട്ടത്തിൽ വെച്ചിട്ടാണ്. പിന്നെ കീഴ്ഘട്ടത്തിലോട്ട് വരുമ്പോഴും എന്താണ്, അപരദനവും അതുപോലെ തന്നെ നിക്ഷേപണ പ്രവർത്തനമൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ നദികൾ ഓരോരോ കൈവഴികളായിട്ട് മാറുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡെൽറ്റ ഭൂരൂപങ്ങളൊക്കെ സൃഷ്ടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നദികളുടെ ഈ ഒരു 3 ഘട്ടം മനസ്സിലായില്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള മിയാൻഡറുകളും അതുപോലെ തന്നെ ഓക്സ്ബോ തടാകങ്ങളെ കുറിച്ചിട്ടൊന്ന് പിക്ചറിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇതാണ് ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലെ. നദികൾ എന്താണ്, മധ്യഘട്ടത്തിലോട്ട് എത്തുമ്പോഴേക്കും എന്ത് ചെയ്യുന്നുണ്ട് അല്ലെ, ഒന്ന് സ്പീഡൊക്കെ കുറഞ്ഞിട്ട് വളഞ്ഞ് പുളഞ്ഞൊഴുകാൻ തുടങ്ങും. ഈ വളഞ്ഞ് പുളഞ്ഞൊഴുകുന്നതിനെയാണ് എന്ത് പറയുന്നത്, മിയാൻഡറുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെയാണ് മിയാൻഡറുകൾ എന്ന് പറയുന്നത്. ഈ മിയാൻഡറുകളിൽ ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന സമയത്ത് സ്ഥിരമായിട്ട് ഇങ്ങനെ ഒഴുകുകയായിരിക്കുമല്ലോ. അപ്പൊ ഈ ഒഴുകുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ വളയുന്ന സമയത്ത് ഇവിടെ കുറെ നിക്ഷേപം അല്ലെ, അവിടെ എന്ത് ചെയ്യുന്നത്, നിക്ഷേപിക്കാനായിട്ട് തുടങ്ങും. ഇവിടെ എത്തുമ്പോൾ സ്പീഡ് കുറയൂലേ, ഇങ്ങനെ വരുന്ന നദി ഇവിടെ എത്തുമ്പോൾ വളയുന്ന സമയത്തൊന്ന് സ്പീഡ് കുറഞ്ഞിട്ട് അവിടെ എന്ത് ചെയ്യും, നിക്ഷേപിക്കാൻ തുടങ്ങും. അങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ നിക്ഷേപണ ഫലമായിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടുത്തെ ഈ ഒരു ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഫില്ല് ആവാനായിട്ട് തുടങ്ങും അല്ലെ. അതായത് ഇവിടേക്ക് ഇങ്ങനെ ഫില്ലായിട്ട് ഈ ഒരു ഭാഗം എന്ത് ചെയ്യുന്നു, ചെറുതായി വരും. അങ്ങനെ എന്ത് ചെയ്യും, ഈ ഒരു ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്, ഒറ്റ വഴിയായിട്ട് അല്ലെ, ഒറ്റ നദി ഈ ഒരു വഴിയിലൂടെ അങ്ങോട്ട് പോവാനായിട്ട് തുടങ്ങും. ഓക്കെ, ഈ വളവ് മാറൂല. ഇവിടെ എന്ത് ചെയ്യുന്നു, നിക്ഷേപണ ഫലമായിട്ട് ഇവിടെ ഒരു ഭൂരൂപം സൃഷ്ടിക്കപ്പെടുകയും ഈ നദി ഇങ്ങനെ വളഞ്ഞ് ഈ ഒരു ഭാഗം ഇങ്ങനെ കിടക്കുകയും ചെയ്യും. ഇതിലൂടെ പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങും, നദി പോവാനായിട്ട് തുടങ്ങും. ഈ ലാസ്റ്റ് പിക്ചർ കാണുന്നത് പോലെ. ഓക്കെ, അതായത് ഒരൊറ്റ വഴിയിലൂടെ അങ്ങോട്ട് പോവാനായിട്ട് തുടങ്ങും. അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും, അങ്ങനെ വേറിട്ട് ഒരു ഭാഗം കിടക്കൂലേ, അതിനെയാണ് ഓക്സ്ബോ ലേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മാറി കിടക്കുന്ന സീ പോലെ കിടക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അതിനെയാണ് ഓക്സ്ബോ ലേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിങ്ങനെ കാലക്രമേണ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഈ ഓക്സ്ബോ ലേക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇവിടെ പിക്ചർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് ആദ്യം ശരിക്കും ഇവിടെ എന്തുണ്ടായിരുന്നില്ല, ഇങ്ങനൊരു
ഇവിടെ എന്തുണ്ടായിരുന്നില്ല, ഇത് കൂടെ ഒഴുക്കുണ്ടായിരുന്നില്ല. അപ്പൊ ഇത് കൂടെ ഇങ്ങനെ ഒഴുകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഇവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ പോകുന്ന വളവ് എത്തുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരുപാട് നിക്ഷേപിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടുത്തെ ഇത് മാറിയിട്ട് ഈ നേരെ എന്ത് ചെയ്യുന്നുണ്ട്, നദി പോവുകയും ചെയ്യും. ഇവിടെ എന്ത് ചെയ്യും, കുറച്ച് മാറിയിട്ട് ഇങ്ങനെ കിടക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് ഓക്സ്ബോ ലേക്ക് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കേരളത്തിലുള്ള ഒരു ഓക്സ്ബോ ലേക്ക് ആണ്. നമ്മുടെ വൈന്തല അല്ലെ, തൃശ്ശൂരുള്ള വൈന്തല, അത് ചോദിക്കാറുണ്ട്. അപ്പൊ വൈന്തല എന്തിനാണ് പ്രസിദ്ധം എന്ന് ചോദിച്ചാൽ എന്താണ്, അതൊരു ഓക്സ്ബോ ലേക്ക് ആണ് കേട്ടോ. ഇതാണ് ഓക്സ്ബോ ലേക്കിന്റെ പിക്ചർ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നദിയിലെ ലാസ്റ്റ് നദി നമ്മൾ പതിക്കാൻ നേരത്ത് അല്ലെ, പതിക്കാൻ നേരത്ത് നമ്മൾ പറഞ്ഞില്ലേ ചെറിയ ചെറിയ കൈവഴികളായിട്ട് മാറുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഈ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇവര് പതിക്കാൻ നേരമാകുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്ന സമയത്ത് ഇവിടെ വെച്ചിട്ട് ഓരോരോ ഭൂരൂപം സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അല്ലേ. അത് ഇങ്ങനെയാണ് ഒരു ത്രികോണാകൃതിയിലായിട്ടായിരിക്കും എന്ത് ചെയ്യുക, അവിടെ ഒരു ഭൂരൂപം സൃഷ്ടിക്കപ്പെടുന്നത്. അതിനെയാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനെയാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഡെൽറ്റ എന്ന് പറയുന്നത് എന്താണ് അല്ലേ, അതായത് ഈ ഒരു ആകൃതിയിലെ ത്രികോണാകൃതിയുള്ള ഇതിനെയാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഇത് എന്തിൻ്റെയാണ്, ഈ പതിക്കാൻ നേരത്ത് ഇങ്ങനെ ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു ഭൂരൂപമാണ് ഡെൽറ്റ എന്ന് പറയുന്നത് അല്ലെ. ഡെൽറ്റ എന്ന് പറയുന്നത് ആ ഒരു ആകൃതിയിൽ ഉള്ള ഭൂരൂപം ആയതുകൊണ്ടാണ് അതിനെ ഡെൽറ്റ എന്ന് വിളിക്കുന്നത്. ഈ ഡെൽറ്റയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശം ചോദിച്ചാൽ അതേതാണ്, നമ്മുടെ പശ്ചിമ ബംഗാളിലെ സുന്ദരവനമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശം അതേതാണ്, പശ്ചിമ ബംഗാളിലെ സുന്ദരവനമാണ്. ഏതാണ്, പശ്ചിമ ബംഗാളിലെ സുന്ദരവനമാണ് അല്ലെ. എന്തുകൊണ്ടാണ് ഇതിനെ സുന്ദരവനം എന്ന് വിളിക്കാൻ കാരണം അല്ലെ, സുന്ദരി എന്ന് പേരുള്ള ഒരു കണ്ടൽ സസ്യം ഉണ്ട് അല്ലെ, കണ്ടൽ വർഗ സസ്യം. അതായത് ഇവിടെ എന്താണ്, കണ്ടൽ കാടുകൾക്കും പ്രസിദ്ധമാണ് എന്താ, നമ്മുടെ പശ്ചിമ ബംഗാൾ എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്, ഒരു സുന്ദരി എന്ന് പേരുള്ള ഒരു സസ്യമാണ് കേട്ടോ. ആ ഒരു ഇനത്തിൽപ്പെട്ട കണ്ടൽ സസ്യമാണ്. അതുകൊണ്ടാണ് അതിനെ സുന്ദരവനം എന്ന് വിളിക്കുന്നത്. അപ്പൊ ചോദിക്കാം, ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശം ചോദിച്ചാൽ അത് ഏതാണ്, പശ്ചിമ ബംഗാളിലെ സുന്ദരവനമാണ്. ഈ ഡെൽറ്റ പ്രദേശത്തിലെ നമ്മുടെ ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളുടെ നിക്ഷേപണ ഫലമായിട്ടാണ് ഇത് രൂപം കൊണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതും കൂടി എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് എന്താണ്, നദികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന നിക്ഷേപണ അല്ലെ ഭൂരൂപങ്ങളെ കുറിച്ചിട്ടാണ്. ഇനി നമുക്ക് അറിയേണ്ട ഒന്നാണ് ഭൂഗർഭ ജലജന്യ രൂപങ്ങളാണ് കേട്ടോ. അതായത് ഭൂഗർഭ ഫലമായിട്ടുള്ള ഭൂഗർഭ ജലങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന ഭൂരൂപങ്ങളെ കുറിച്ചിട്ടാണ്. ഒന്നുമില്ല, നമുക്കറിയില്ല, നമ്മുടെ ഭൗമോപരിതലത്തിലൂടെ പോകുന്ന വെള്ളം അല്ലെ താഴത്തോട്ട് ഊർന്നിറങ്ങിയിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പുതിയൊരു ഭൂരൂപം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ആ ഭൂരൂപങ്ങളെ കുറിച്ചിട്ടാണ് നമുക്ക് നോക്കാനുള്ളത്. അതില് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്, ഇവിടെ അല്ലെ ചുണ്ണാമ്പ് കല്ല് പോലുള്ള പ്രദേശങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഭൗമോപരിതലത്തിലൂടെ പോകുന്ന ജലം എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ താഴത്തോട്ടേക്ക് ഇങ്ങനെ ഊർന്നിറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പിക്ചർ കണ്ടാൽ മനസ്സിലാവും. ഇവിടെ എന്താണ്, ഇവിടെ ഫുള്ള് ജലമാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ജലം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഭൗമ ഉപരിതലത്തിൽ നിന്ന് താഴത്തോട്ടേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ എന്തായിരിക്കും അല്ലെ, ചുണ്ണാമ്പ് കല്ല് ശിലകളായിരിക്കും. ഓക്കെ, ചുണ്ണാമ്പ് നിറഞ്ഞ ശിലകളായിരിക്കും നമ്മുടെ ഈ ഒരു ഭൂമിക്ക് താഴെയുള്ള ഭാഗങ്ങളിൽ. ആ ഒരു ഭാഗങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെയുള്ള ശിലകളിൽ ഈ ഒരു ജലം പതിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അത് അലിയുകയും അത് വേറെ രൂപമായിട്ട് മാറും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ചിത്രത്തിൽ കാണുന്നത് പോലെ ഈ ഒരു ചിത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. അതായത് ഇതിപ്പോ അതിന്റെ ഉള്ളത്തെ കാര്യമാണ്. അതായത് ഇങ്ങനെ ഉണ്ടായി എടുത്തൊരു ഗുഹയാണ് കേട്ടോ, നമ്മുടെ ഭൂമിയുടെ ഉള്ളിൽ വന്നിട്ടുള്ള ഒരു ഗുഹയാണ്. അതായത് ഇതിന്റെ ഭൗമ ഉപരിതലത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ജലം ഉണ്ടാവില്ലേ, ഈ ജലം എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ അതായത് നമ്മുടെ ഭൂമിയുടെ ഉള്ളിലോട്ടേക്ക് ഊർന്നിറങ്ങുന്ന സമയത്ത് ഇവിടെ എന്തുണ്ടാവും, ചുണ്ണാമ്പ് ശിലകൾ ഉണ്ടാവും. അപ്പൊ ഈ ചുണ്ണാമ്പ് ശിലകളിൽ പതിച്ചു കഴിഞ്ഞാൽ അല്ലെ, ഈ ചുണ്ണാമ്പ് ശിലകളിൽ അലിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, അത് വേറെ രൂപമായിട്ട് മാറിയിട്ട് എന്ത് ചെയ്യുന്നു, അത് ഇങ്ങനെ ഇറ്റായിട്ട് വീഴാൻ തുടങ്ങുന്നു. അപ്പൊ ഇങ്ങനെ ഈ താഴത്തോട്ട് വീഴുന്ന സമയത്ത് ഇവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇവിടെ വീഴുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, അത് ഇങ്ങനെ വലുതായി അല്ലേ, അതായത് ഓരോ പ്രാവശ്യം വീഴുമ്പോഴും അതിന്റെ മുകളിലൂടെ വന്നത് ഇങ്ങനെ ഓരോരോ ഭൂരൂപമായിട്ട് മാറും. ഓക്കെ, ഇത് മോളിൽ നിന്ന് ഇറ്റുന്നതാണ് കേട്ടോ, മോളിൽ നിന്ന് ഇങ്ങനെ ഇറ്റി വീഴുന്നതാണ്. അപ്പൊ ഇങ്ങനെ വീണിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത് ഇങ്ങനെ ഉയർന്ന് വരും. ഓരോന്ന് അതിന്റെ മുകളിൽ ഇറ്റിട്ട് ഇതിങ്ങനെ ഉയർന്നു വരും. അങ്ങനെ മുകളിൽ നിന്ന് ഇറ്റുന്ന സമയത്ത് അങ്ങനെ ഉറ്റിറ്റ് വീഴുമല്ലോ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ഭാഗങ്ങൾ ഇവിടെയും നിൽക്കൂലേ. അപ്പൊ അതും എന്ത് ചെയ്യും, ഇങ്ങനെ താഴത്തോട്ടേക്കും വരാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ അതിന്റെ മുകളിൽ നിന്ന് താഴത്തോട്ടും വരാൻ തുടങ്ങും. അതുപോലെ തന്നെ താഴെ ഉള്ളത് എന്ത് ചെയ്യുന്നുണ്ട് അല്ലെ, മുകളിലോട്ടും വരാനായിട്ട് തുടങ്ങും. അപ്പൊ ഇതിനെയാണ് ഈ ഒരു ഭൂരൂപത്തെ മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതിനെ സ്റ്റാലക്ടൈറ്റ് എന്നാണ് പറയട്ടാ. എന്താ പറയാ, സ്റ്റാലക്ടൈറ്റ്. ഓക്കെ, ഇനി താഴത്തുനിന്ന് മുകളിലോട്ട് വരുന്നതിനെയാണ് സ്റ്റാലഗ്മൈറ്റുകൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ?
ഈ രീതിയിൽ ഉണ്ടാകുന്ന, അതായത് ഭൂഗർഭ ജലജന്യ ഭൂരൂപങ്ങളാണ് ഇവ. അതായത് നമ്മുടെ ചുണ്ണാമ്പ് ശിലയിൽ പതിക്കുന്ന സമയത്ത് ഇവ എന്ത് ചെയ്യുന്നുണ്ട്, താഴത്തോട്ടിൽ നമ്മുടെ ഭൂമിയുടെ ഉള്ളിലോട്ടേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനത്തെ ചുണ്ണാമ്പ് ശിലകളിൽ പതിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെ അതൊരു വേറെ രൂപമായിട്ട് മാറൂലേ. അതെന്ത് ചെയ്യുന്നു, ഇറ്റി വീഴുമ്പോൾ താഴത്തോട്ട് വീഴുന്ന സമയത്ത് അവ സ്ഥിരമായിട്ട് ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്ന ഒരു വേറൊരു ഭൂരൂപം ഇങ്ങനെ സൃഷ്ടിക്കപ്പെടും. അതുപോലെ തന്നെ മുകളിൽ നിന്ന് ഇങ്ങനെ ഇറ്റി വീഴുമ്പോൾ അവിടെ നിന്ന് കുറച്ച് ഭാഗം താഴത്തോട്ടേക്ക് ഇറ്റുമ്പോൾ അവിടെ കുറച്ച് ഭാഗം അവിടെയും നിൽക്കും. അത് പിന്നീട് അടുത്ത പ്രാവശ്യം തട്ടുമ്പോൾ വീണ്ടും അവിടെ നിൽക്കും. അങ്ങനെ നിന്നിട്ട് അവിടെ നിന്നും ഇങ്ങനെ താഴത്തോട്ട് വരും. അതുപോലെ തന്നെ താഴത്തു നിന്നുള്ളതും മുകളിലോട്ടും വരും. ഓക്കെ, അപ്പൊ ഇവിടെ വരുന്ന രണ്ട് ഭൂരൂപങ്ങളാണ്. ഒന്ന് ഈ ഒരു ഭൂരൂപം അല്ലെ, സ്റ്റാലക്ടൈറ്റ് എന്ന് പറയുന്നതും താഴത്തുനിന്ന് വരുന്നത് സ്റ്റാലഗ്മൈറ്റുകളാണ് കേട്ടോ. പിന്നെ ഇവിടെ വരുന്ന വേറൊന്നാണ് ചുണ്ണാമ്പ് ശിലാ സ്തംഭങ്ങൾ എന്ന് പറയുന്നത്. അതായത് മുകളിൽ നിന്ന് വരുന്ന ഈ ഒരു ഭൂരൂപവും താഴത്തുനിന്ന് വരുന്ന ഈ ഒരു ഭൂരൂപവും കുറേ കാലങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യുന്നു, രണ്ടും കൂടി കൂട്ടിമുട്ടും. അപ്പൊ ഇവിടെ പറയുന്ന ഇതൊക്കെ എന്ത് ചെയ്യാം, ഇനിയും കാലക്രമേണ ഇവർ തമ്മിൽ കൂട്ടിമുട്ടും. ഓക്കെ, ഇവർ തമ്മിൽ എന്ത് ചെയ്യും, കുറേ കഴിയുമ്പോൾ ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ നടക്കും. അതുപോലെ തന്നെ ഇവിടെ നിന്നും മുകളിലോട്ടും ഇങ്ങനെ വരും. അങ്ങനെ കൂട്ടിമുട്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്തംഭം പോലെ വരും. ഓക്കെ, ഈ ഒരു സ്തംഭത്തെയാണ് അല്ലെ ചുണ്ണാമ്പ് ശിലാ സ്തംഭങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതുപോലെ ഭൂഗർഭ ജലജന്യ ഭൂരൂപങ്ങൾ ഏതെല്ലാമെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്, സ്റ്റാലക്ടൈറ്റ്, അതുപോലെ തന്നെ സ്റ്റാലഗ്മൈറ്റ്, അതുപോലെ തന്നെ ചുണ്ണാമ്പ് ശിലാസ്തംഭങ്ങൾ. അപ്പൊ ഇതൊക്കെ എങ്ങനെ ഉണ്ടാവുന്നത് എന്നതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടാവണം. അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഏതാന്ന് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അപ്പൊ ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ ആന്ധ്രാപ്രദേശിൽ അല്ലെ, ആന്ധ്രാപ്രദേശിലുള്ള ബോറോ ഗുഹകൾ ചോദിക്കാറുണ്ട്. ആന്ധ്രാപ്രദേശിലുള്ള ബോറോ ഗുഹകൾ എന്തിന് പ്രസിദ്ധമാണ്? ഇതുപോലുള്ള ചുണ്ണാമ്പ് ശിലാഗുഹകൾക്ക് ഉദാഹരണമാണ് കേട്ടോ. അപ്പൊ അത് ചോദിക്കാറുണ്ട്. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ് കേട്ടോ ഇതുപോലുള്ള ബോറോ ഗുഹകളിലെ, അവിടെയുള്ള ബോറോ ഗുഹകൾ എന്തിനാ പ്രസിദ്ധം? ചുണ്ണാമ്പ് ശിലാഗുഹകൾക്ക് ഉദാഹരണമാണ്. ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, ഓർത്തു വെച്ചേക്കുക. ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് കടൽ തിരമാലകളിലെ തിരമാലകളും എന്ത് ചെയ്യുന്നുണ്ട്, അപരദന പ്രവർത്തന ഫലമായിട്ട് ഒരുപാട് ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ്, ഒന്നാണ് ഓർത്തിരിക്കേണ്ട ഒന്നാണ് കടൽത്തര ക്ലിഫുകൾ അല്ലെ. എന്താണ് കടൽത്തര ക്ലിഫ് എന്ന് പറഞ്ഞാൽ ചോദിക്കാറുള്ളതാണ്, ക്ലിഫുകൾ അല്ലെ. അതായത് കടലിലേക്ക് തള്ളി നിൽക്കുന്ന ചെങ്കുത്തായ കുന്നുകളെയാണ് എന്ത് പറയുന്നത്, കടൽത്തര ക്ലിഫുകൾ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് കടൽത്തര ക്ലിഫ് എന്ന് പറഞ്ഞാൽ, കടലിലേക്കില്ലേ, നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ കടപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. നമ്മുടെ വർക്കലയിലൊക്കെ കാണപ്പെടുന്നല്ലേ, വർക്കലയിലുള്ള കടൽത്തര ക്ലിഫിന്റെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് കടലിലോട്ട് ഇങ്ങനെ തള്ളി നിൽക്കുന്ന രീതിയിൽ നിൽക്കുന്ന ഒരു ഭൂരൂപമാണ് എന്ത്, കടൽത്തര ക്ലിഫുകൾ അല്ലേ. അതായത് എങ്ങനെയാണ്, തിരമാലകളുടെ അപരദന ഫലമായിട്ട് ഉണ്ടായി വരുന്ന ഒരു ഭൂരൂപമാണ് എന്ത്, ഈ കടൽത്തര ക്ലിഫ് എന്ന് പറയുന്നത്. അതായത് സ്ഥിരമായിട്ട് ഈ അപരദന പ്രവർത്തന ഫലമായിട്ടില്ലേ ഇവിടെയുള്ള ഭൂരൂപം എന്ത് ചെയ്യുന്നുണ്ട്, ഇടിഞ്ഞു പൊളിഞ്ഞിട്ട് ഈ ഒരു രൂപമായിട്ട് മാറുന്നതാണ്. അതാണ് എന്ത്, കടൽത്തര ക്ലിഫ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഒന്നുള്ളതാണ് കടൽത്തര സ്തംഭങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ എന്താണ്, തിരമാലകളുടെ അപരദന പ്രവർത്തന ഫലമായിട്ട് രൂപം കൊള്ളുന്നതാണ്. ഒന്ന് കടൽത്തര ക്ലിഫും അതുപോലെ തന്നെ സ്തംഭങ്ങൾ എന്ന് പറയുന്നതും. ഓക്കെ, ദെൻ ബീച്ച് അല്ലെ. ബീച്ച് നമ്മൾ സ്ഥിരമായിട്ടില്ലേ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവൂലേ, ഈ കാണുന്ന മണൽത്തിട്ട ഉണ്ടല്ലോ, ഇതൊക്കെ എന്താണ്, സ്ഥിരമായിട്ട് ഈ തിരമാലകൾ സ്ഥിരമായിട്ട് ഇങ്ങനെ നിക്ഷേപിക്കുന്ന ഫലമായിട്ട് ഉണ്ടാവുന്നതാണ് ഈ ഒരു ഭൂരൂപം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ബീച്ച് എന്ന് പറയുന്നത്. അപ്പൊ ബീച്ച്, അതുപോലെ തന്നെ സ്തംഭങ്ങൾ, അതുപോലെ തന്നെ കടൽത്തര ക്ലിഫ് ഒക്കെ എന്താണ്, എന്തൊരു ഉദാഹരണമാണ്, ഈ തിരമാലകൾ കൊണ്ടുണ്ടാവുന്ന ഭൂരൂപങ്ങൾക്ക് ഉദാഹരണമാണ് കേട്ടോ. അപ്പൊ അത് ഓർത്ത് വെച്ചേക്കാം. ദെൻ അടുത്തത് നമുക്ക് നോക്കാനുള്ളത് കാറ്റുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെ. അപ്പൊ മരുഭൂമിയിലെ മണൽക്കാറ്റ് അല്ലെ, മണൽക്കാറ്റൊക്കെ ഉണ്ടാവുന്ന സമയത്തില്ലേ ഇവർ കൃത്യമായിട്ടില്ലേ ഇതിലിങ്ങനെ മണൽക്കാറ്റ് ഇങ്ങനെ വളരെ ശക്തമായി ഉണ്ടാവുന്ന ഈ ഒരു മണൽക്കാറ്റിലൂടെ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട് അല്ലെ, പൊടിപടലങ്ങളൊക്കെ ഇതിൽ കയറി കൂടുകയും ഇവ എന്ത് ചെയ്യുന്നുണ്ട് അല്ലെ, അവിടെ കിടക്കുന്ന ശിലകളിലൂടെ അടിച്ചു പോകുന്ന സമയത്ത് അവിടെയുള്ള ശിലകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, തേയ്മാനം സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഇപ്പൊ നമുക്ക് ഈ പിക്ചറിൽ കണ്ടാൽ മനസ്സിലാവും, ഇവിടെ വരുന്ന കാറ്റുകളിലെ ഈ കാറ്റ് വഹിച്ചു വരുന്നത് എന്താണ്, വഹിച്ചു കൊണ്ടുവരുന്നത് എന്താണ്, ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ടാവും, മണൽത്തരികളൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ ഇവരിങ്ങനെ കാറ്റടിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ശിലകൾ ഉണ്ടാവും അല്ലെ, അവിടെ ഉണ്ടാവുന്ന ശിലയ്ക്ക് ഈ രൂപം ഒന്നും ആയിട്ടുണ്ടാവില്ല അല്ലെ. ചിലപ്പോൾ ഈ ശിലകൾ ഇങ്ങനെ കിടക്കായിരിക്കും, നീണ്ടു നിവർന്ന് കിടക്കാവും. ഇവയ്ക്ക് എന്താ, കൃത്യമായിട്ട് ഇതിന്റെ മുകളിലൂടെ കാറ്റടിക്കുന്ന സമയത്ത് ആ കാറ്റിന്റെ ഉള്ളിലുള്ള ഈ മണൽത്തരികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ശിലകളിൽ വന്ന് അടിച്ചടിച്ച് സ്ഥിരമായിട്ട് അടിച്ചടിച്ചിട്ട് ഇതിന് തേയ്മാനം സംഭവിച്ചിട്ടാണ് ഈ ഒരു രൂപമായത്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ കാറ്റ് മുഖാന്തരം ഉണ്ടാകുന്ന ഭൂരൂപം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ വേറെ രീതിയിലും എന്തുണ്ടാവാറുണ്ട്, നിക്ഷേപണ ഫലമായിട്ട് ഉണ്ടാവാറുള്ള ഒരു ഭൂരൂപമാണ് അല്ലെ കൂൺശില അല്ലെ. കൂൺശില എന്ന് പറയുന്നത് ഏതാണ്,
ഈ പിക്ചർ കണ്ട നമുക്കറിയില്ലേ കൂണിന്റെ ഒരു ആകൃതിയാണ്. അപ്പൊ ഇതുമൂലം ഉണ്ടാകുന്ന ഒരു ഭൂരൂപമാണ് എന്ത് കൂൺശില എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് ചോദിക്കാറുണ്ട്. എന്തിനു ഉദാഹരണമാണ്? ഇതുപോലെയുള്ള അല്ലെ മണൽക്കാറ്റുകളിലെ കാറ്റുകളുടെ ഫലമായിട്ടുണ്ടാവുന്ന ഭൂരൂപമാണ് കേട്ടോ. അതുപോലെ തന്നെ ഒന്നാണ് ബർക്കനുകൾ എന്ന് പറയുന്നത് അല്ലെ. ബർക്കനുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ കാറ്റ് സ്ഥിരമായിട്ട് ഇങ്ങനെ അടിക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യുന്നത്? നിക്ഷേപിക്കുന്ന ഫലമായിട്ടല്ലേ ഈ രൂപത്തിൽ അതായത് ഇപ്പൊ ഒരു ചന്ദ്രക്കലയുടെ ആകൃതി കാണുന്നില്ലേ? ഈ ചന്ദ്രക്കലയുടെ ആകൃതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? നിക്ഷേപിക്കും അല്ലെ. അതായത് ഈ ഒരു കാറ്റിൽ അടങ്ങിയിരിക്കുന്ന അവസാദങ്ങളെല്ലാം കൂടി നിക്ഷേപിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു രൂപത്തിലാവും. ഇതിനാണ് നമ്മൾ ബർക്കനുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ചോദിക്കാറുണ്ട് ചന്ദ്രക്കലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന മണൽക്കൂനുകളെ പറയുന്ന പേരെന്താണ്? ബർക്കനുകളാണ് കേട്ടോ. അപ്പൊ അത് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ അതുപോലെ തന്നെ കൂൺശിലകൾ, അതുപോലെ തന്നെ ബർക്കനുകളൊക്കെ എന്താണ് അല്ലെ? ഇതുപോലെ തന്നെ ഈ കാറ്റിന്റെ ഫലമായിട്ടുണ്ടാവുന്ന ഭൂരൂപങ്ങളാണ്. അപ്പൊ അതും കൂടി എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചേക്കുക. അപ്പൊ തിരമാലകളുടെ ഫലമായിട്ടുണ്ടാവുന്ന എന്തൊക്കെയാണ്? കടൽത്തര ക്ലിഫ് ഉണ്ട്, അതുപോലെ തന്നെ സ്തംഭങ്ങളുണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? ബീച്ചൊക്കെ എന്താണ്? തിരമാലകളുടെ അപരദന പ്രവർത്തന ഫലമായിട്ടുണ്ടാവുന്ന ഭൂരൂപങ്ങളാണ് അല്ലെ. അതുപോലെ തന്നെ കാറ്റിന്റെ പ്രവർത്തന ഫലമായിട്ട് അല്ലെങ്കിൽ അപരദന പ്രവർത്തന ഫലമായിട്ടുണ്ടാവുന്നതാണ് ഇത് കൂൺശിലകൾ. അതുപോലെ തന്നെ അല്ലെ ഇവിടെ കാണുന്ന ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള ബർക്കനുകൾ. ഓക്കെ, ദെൻ അടുത്തത് ഹിമാനികളാണ്. ഹിമാനികൾ എന്ന് പറഞ്ഞാൽ എന്താണല്ലേ? ചലിക്കുന്ന മഞ്ഞുപാളികളാണ് അല്ലെ. അതായത് വലിയ വലിയ മഞ്ഞുകട്ടയിൽ നിന്ന് വേർപെട്ട് പോകുന്ന മഞ്ഞുപാളികൾ ഉണ്ടാവും. ഇതും എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്ന സമയത്ത് ഒരുപാട് അവസാദങ്ങളും കൊണ്ടായിട്ടാണ് പോകുന്നത്. അപ്പൊ അത് നിക്ഷേപിച്ചുണ്ടാകുന്ന ഓരോരോ ഭൂരൂപങ്ങൾ നോക്കാം. ഒന്നാമത്തെയാണ് സിർക്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്താണ്? സിർക്കുകൾ അല്ലെ. ഈ സിർക്കുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കാറുണ്ട് ചാരു കസേരയുടെ ആകൃതി അല്ലെ. എന്താണ്? ചാരു കസേര. ഓക്കെ, ചാരുകസേരയുടെ രൂപത്തിലുള്ള താഴ്വരകളെയാണ് എന്ത് പറയുന്നത്? സിർക്കുകൾ എന്ന് പറയുന്നത്. അതായത് ഹിമാനികളുടെ അല്ലെ, നമ്മൾ പറഞ്ഞു ഹിമാനി എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ? മഞ്ഞുപാളികളാണ് അല്ലെ. ഈ മഞ്ഞുപാളികൾ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് അതിലുള്ള അവസാദങ്ങളെല്ലാം അടിഞ്ഞു കൂടിയിട്ടില്ലേ? ഇത് കിടക്കുന്ന പോലെ ഇങ്ങനെ അവസാദങ്ങൾ ഒരു ഭാഗത്ത് എത്തുമ്പോൾ അടിഞ്ഞു കൂടിയിട്ട് സ്ഥിരമായിട്ട് ഇതിങ്ങനെ നടക്കുന്ന സമയത്ത് അവിടെ അടിഞ്ഞുകൂടി അവിടെ ഒരു ഭൂരൂപം സൃഷ്ടിക്കും. അപ്പൊ ചില ഭൂരൂപങ്ങൾക്ക് എന്ത് ആകൃതി ഉണ്ടാവും അല്ലെ? നമ്മുടെ ചാരുകസേരയുടെ ആകൃതി അല്ലെ. നമുക്ക് കാണുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ചും തോന്നൂല. ഇപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഓർത്ത് വെക്കല്ലേ, ഇങ്ങനെ ഈ ഒരു 3 സൈഡിൽ ഇങ്ങനെ ഒരു ഭൂരൂപമായിട്ട് കിടന്നിട്ട് താഴത്തോട്ട് ഇങ്ങനെ കുഴിഞ്ഞു കിടക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലേ, നമുക്ക് ഇരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇരിക്കാൻ പാകത്തിന് കിടക്കുന്ന ഒരു ഭാഗം അല്ലെ. ഇതിനെയാണ് ചാരുകസേരയുടെ ആകൃതി എന്ന് പറയുന്നത് അല്ലെ. അതുകൊണ്ടാണ് അതിനെ സിർക്കുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ചോദിക്കാറുണ്ട് ചാരുകസേരയുടെ രൂപത്തിലുള്ള നമ്മുടെ താഴ്വരകളെ പറയുന്ന പേരെന്താണ്? സിർക്കുകളാണ്. അത് എന്തിന്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ്? ഹിമാനികളുടെ അപരദന അല്ലെങ്കിൽ നിക്ഷേപണ അല്ലെ അപരദന നിക്ഷേപണ ഫലമായിട്ടുണ്ടാകുന്ന ഒരു ഭൂരൂപമാണ്. അതുപോലെ തന്നെ അല്ലെ യു രൂപ താഴ്വര, അതും ചോദിക്കാറുണ്ട്. യു രൂപ താഴ്വരകൾ അല്ലെ. ഏതാണ്? യു രൂപ താഴ്വരകൾ. അത് നിങ്ങൾ കാണുന്ന പോലെ അല്ലെ, ഈ ഒരു പിക്ചർ കാണുന്ന പോലെ ഇവിടെ എന്താണ്? ഒരു യുവിന്റെ ഷേപ്പ് കാണുന്നില്ലേ? അതുകൊണ്ടാണ് ഇതിന് യു രൂപ താഴ്വര എന്ന് പറയുന്നത്. ഇതൊക്കെ എന്താണ്? ഹിമാനികളുടെ അപരദന പ്രവർത്തന ഫലമായിട്ടുണ്ടാകുന്ന ഓരോരോ ഭൂരൂപങ്ങളാണ്. അപ്പൊ ഒന്ന് സിർക്കുകളുണ്ട്, അതുപോലെ തന്നെ രണ്ടാമത്തേത് പറഞ്ഞു ഏതാണ്? യു രൂപ താഴ്വരകൾ. അതുപോലെ തന്നെ ഒന്നാണ് ഏത്? മൊറൈനുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇതാണ് മൊറൈനുകൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഈ 3 എന്താണ്? ഹിമാനികളുടെ നിക്ഷേപണ ഫലമായിട്ടുണ്ടാവുന്നതാണ്. ഇത് എന്താണെന്നാണ് ജസ്റ്റ് ചോദിക്കാറുള്ളത്. അപ്പൊ അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. അപ്പൊ നമ്മൾ ഓരോന്ന് പറഞ്ഞില്ലേ, അതായത് കാറ്റിന്റെ പ്രവർത്തന ഫലമായിട്ട് അതുപോലെ തന്നെ തിരമാലയുടെ പ്രവർത്തന ഫലമായിട്ടൊക്കെ ഉണ്ടാവുന്ന ഓരോരോ ഭൂരൂപങ്ങളിലെ. ഇപ്പൊ തിരമാലകളുടെ നമ്മൾ പറഞ്ഞു ഏതൊക്കെയുണ്ട്? നമ്മുടെ കടൽത്തര ക്ലിഫുകളുണ്ട്, അതുപോലെ തന്നെ സ്തംഭങ്ങളുണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? ബീച്ചുകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു കാറ്റുകളുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെ. കാറ്റുകളുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ വരുന്നുണ്ട്? ബർക്കനുകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ കൂൺശിലകൾ വരുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഹിമാനികളുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നത് ഏതൊക്കെയാണ്? സിർക്കുകൾ അല്ലെ. സിർക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ചാരുകസേരയുടെ ആ ഒരു രൂപത്തിലുള്ള ഒരു ഭൂരൂപമാണ് സിർക്കുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യു രൂപ താഴ്വര ചോദിക്കാറുള്ളതാണ്. യു രൂപ താഴ്വര അല്ലെ എന്തിന്റെ ഫലമായിട്ടാണ്? ഹിമാനികളുടെ നിക്ഷേപണ ഫലമായിട്ടുണ്ടാകുന്നതാണ്. അതുപോലെ തന്നെയാണ് എന്താ? മൊറൈനുകൾ എന്ന് പറയുന്നതും അതൊക്കെ എന്താണ്? നമ്മുടെ ഹിമാനികളുടെ നിക്ഷേപണ ഫലമായിട്ടുണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ഭൂഗർഭ ജലജന്യ ഭൂരൂപങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? സ്റ്റാലക്ടൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാലഗ്മൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ അല്ലെ ചുണ്ണാമ്പ് ശില സ്തംഭങ്ങളുണ്ട് അല്ലെ. അപ്പൊ സ്റ്റാലക്ടൈറ്റ് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നമ്മളിപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞില്ലേ. അതായത് ഭൗമോപരിതലത്തിൽ നിന്ന് നമ്മുടെ ജലത്തുള്ളികൾ താഴത്തോട്ടിലെ ചുണ്ണാമ്പ് ശിലയിൽ പതിക്കുന്ന സമയത്ത് അതെന്ത് ചെയ്യുന്നുണ്ട്? താഴത്തോട്ട് ഇങ്ങനെ ഇറ്റിറ്റായിട്ട് വീണിട്ട് താഴെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? മുകളിലോട്ടൊരു ഭൂരൂപവും മുകളിൽ നിന്ന് താഴത്തോട്ടൊരു ഭൂരൂപവും ഉണ്ടാവുന്നുണ്ട് അല്ലെ. അപ്പൊ മുകളിൽ നിന്ന് താഴത്തോട്ട് വരുന്ന ആ ഭൂരൂപത്തെ സ്റ്റാലക്ടൈറ്റ് എന്നും താഴെ നിന്ന് മുകളിലോട്ട് പോകുന്നതിനെ സ്റ്റാലഗ്മൈറ്റുകൾ എന്നും പറയുന്നു അല്ലെ. ഇനി ഇവ രണ്ടും കൂടി കൂട്ടുമുട്ടുന്ന സമയത്താണ് എന്ത് അല്ലെ അവിടെ ഒരു ചുണ്ണാമ്പ് ശില സ്തംഭങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ അതൊക്കെ എന്താ? ഇതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ഐഡിയ ഉണ്ടാവുക. പലപ്പോഴും വൺ വേർഡ് ആയിട്ടും ചില സമയങ്ങളിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാറുള്ളതാണ്. അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ,
ഇന്നെടുത്ത കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പം നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നല്ലൊരു ക്ലാസ്സുമായിട്ട് കാണുന്നവരെ ഓക്കെ, താങ്ക് യു.